കൈരളിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ഇന്നത്തെ നമ്മുടെ റൗണ്ട് എന്ന് പറയുന്നത് നാടൻ ചിക്കൻ കറിയാണ്. വളരെ രസകരമായിട്ടുള്ള റൗണ്ടാണ്. സോ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് ഈ റൗണ്ടിൽ ഇപ്പം നിൽക്കുന്നത്. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഇപ്പം കാരണം എക്സൈറ്റ്മെന്റ് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു റൗണ്ട് തന്നെയാണ്. കാരണം എല്ലാവർക്കും സെയിം കുക്കിംഗ് ഡിഷാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇൻഗ്രീഡിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ അതിന്റെ അളവിൽ പോലും ചിക്കൻ എത്ര പീസ് ഉണ്ടോ, അരക്കിലാണെന്ന് തോന്നുന്നു, ആ അരക്കില തന്നെയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എല്ലാം സെറ്റാണ്. എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ആണ്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയി അവിടെ ചെന്ന് പ്രൊഡക്ഷൻ ടീമിൻ്റെ ഒക്കെ കാല് പിടിച്ചു. പക്ഷേ നമ്മുടെ പ്രൊഡ്യൂസർ ഒട്ടും തന്നെ അനുവദിക്കുന്നില്ല. വളരെ കർക്കശക്കാരിയായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. പക്ഷേ എന്നാൽ ഇത് വളരെ രസകരമാണ്. കാരണം ഇത് തികച്ചും ടേസ്റ്റിലാണ് അല്ലേ? അപ്പൊ ഇന്ന് ആ കൈപുണ്യവും ടേസ്റ്റും ആണ് എല്ലാം തിരിച്ചറിയാൻ. എന്താണ് ഈ റൗണ്ട് ചേച്ചി? അല്ല, ഇത് നമുക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ചിക്കൻ കറിയാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അതെ, കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, ചിക്കൻ കറി വെക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്കിപ്പോ ഇന്ന് കിട്ടിയത് വെച്ചിട്ട് നമ്മള് ഇതില് ഇപ്പൊ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നില്ല. പാലൊന്നും വേണ്ട. അത് നമുക്ക് ചെയ്ത് വരുമ്പോ എങ്ങനെ തോന്നുന്നോ. എന്തായാലും തേങ്ങാപ്പാൽ ഒഴിച്ചാലും പരീക്ഷണ ചിക്കനാണ്. അല്ലടാ, തേങ്ങാപ്പാൽ ഒഴിച്ചാലും അതിന്റെ ഫ്ലേവർ കുറച്ചുകൂടെ മാറി. അപ്പൊ നമുക്ക് ഫൈനലി അത് തീരുമാനിക്കാം. എന്തായാലും ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണ്ടേ? അപ്പൊ അത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്യാം. ഇഞ്ചി ഒന്ന് മാരിനേഷൻ ആവശ്യമായിട്ടുള്ള, മാരിനേഷൻ മാത്രമല്ല കുക്കിംഗ് ചെയ്യുന്ന സമയത്തും മസാലയ്ക്കും കൂട്ടിനും കൂടി ഇഞ്ചി വേണം. അപ്പോൾ അത് രണ്ടിനും കൂടെ ചേർത്ത് ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കാം. വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. നല്ലോണം അറിയണം. ഇതിൽ പെരട്ടാനില്ല. മതിയോ? ഇങ്ങനെ മതിയോ? അത് ഇനി അടിയണം. സോ നമ്മുടെ ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല പേസ്റ്റ് ഫോമിനാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ചേച്ചി പറഞ്ഞ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ചതഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക്, ലേശം കുരുമുളക് പൊടി എല്ലാം ഇത്തിരി മതി. ഇനി നമുക്ക് മറ്റേ ഉള്ളി വഴറ്റുമ്പം ഉപ്പിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. കൈ കൊണ്ട് മിക്സ് ചെയ്താലേ ഈ മാരിനേഷൻ പ്രോപ്പർ ആവുള്ളൂ. എസ്പെഷ്യലി നോൺ വെജ് സാധനങ്ങൾ. നീ എന്തായാലും ഇഞ്ചിയൊക്കെ എടുത്തല്ലേ അവനെ. കാരണം സാധാരണ ചിക്കൻ ഈ നോൺ വെജ് ഐറ്റംസ് മാരിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഓയിലിൽ മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം അത് മാറ്റി വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും. ഇതങ്ങനെ മാറ്റി വെക്കാൻ ഉദ്ദേശമുണ്ടോ? അതെ, ഉണ്ട്. നമ്മളിനി ഇതൊക്കെ ചതച്ച് മറ്റേ സവാള ചിക്കൻ്റെ മാരിനേഷൻ കഴിഞ്ഞു. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സവാള കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ്റെ അളവ് കുറവായതുകൊണ്ട് ഒരു സവാള മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരു സവാള മാത്രം. നമുക്ക് ചെറിയ ഉള്ളി കൂടുതലിടാം. ചെറിയ ഉള്ളിയാണ് എപ്പോഴും ടേസ്റ്റ്. ഇനി ആ ചെറിയ ഉള്ളി നമുക്ക് ഒന്ന് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. സോ അടുത്ത് നമ്മളൊരു പേസ്റ്റ്, ഇതിൻ്റെ കൂട്ട് എന്ന് പറയുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ചെറിയ ഉള്ളി ഒന്ന് ജസ്റ്റ് ചതച്ചാൽ മതി. അപ്പോൾ പാൻ ചൂടായി, നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം. സോ ഈ സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. തക്കാളി എങ്ങനെ നീളത്തിലാണ്? സാധാരണ പോലെ സ്ലൈസ് ചെയ്താൽ മതി. നമ്മുടെ ചിക്കൻ എവിടെ? നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ടൊന്ന് ഒരു എന്താ പറയുക, ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോ വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചിക്കൻ ഒരു ചെറിയ ഒന്ന് എന്താ പറയുക ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നത്.
കാരണം ഇതിൻ്റെ പ്രത്യേകത നമ്മൾ അടുത്ത് കറി വെക്കുന്ന സമയത്ത് അത് വെന്ത് ഉടഞ്ഞും പോകില്ല അല്ലേ? ആ ഒരു ഫോം അങ്ങനെ നിൽക്കും. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ചെറിയൊരു ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ അടുത്തൊരു തവ വെച്ചിട്ട് ഒരു പാൻ വെച്ചു. എണ്ണ ഒഴിക്കട്ടെ. ചൂടായല്ല പാൻ. എണ്ണ ചൂടാകുമ്പോഴേ നമുക്ക് 2 കടുക് ഇടാം. കടുക് പൊട്ടി ഒരു വറ്റൽമുളക് ഇട്ടു. കടുക് താളിക്കുന്ന സമയത്ത് നമുക്ക് ആ ചിക്കനെ ഒന്ന് മറിച്ചിടാം. 2 കറിവേപ്പില ഇട്ടു. എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കിയിട്ട് ചെറിയ ഉള്ളി ഇട്ടു. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് വന്നതിന് ശേഷമേ സവാള ഇടാവൂ. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് ഇടാം. ഇത് മതിയാവോ? എന്തോന്ന്? അല്ല, കുറച്ചുകൂടെ കേട്ടോ. ചിക്കൻ കുറച്ചേ ഉള്ളൂ, എല്ലാം ഓവറായ കൊള്ളില്ല. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എപ്പോഴും ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട ആയിട്ട് ഇടാവും, ഇല്ലെങ്കിൽ അത് കയറി കരിയും പെട്ടെന്ന്. ഇച്ചിരി ഉപ്പിടുവോ? കുറച്ച് ഉപ്പിട്ടിട്ടാണ് നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യുന്നത്. തക്കാളി ഇതിലേക്കിടുവോ? നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇത്തിരി മുളക് പൊടി ഇടും. മുളക് പൊടി. ഇനി മഞ്ഞൾപ്പൊടി. തീ കുറച്ച് വയ്ക്കാം. തീ കുറച്ച് വെച്ചു. ലേശം മഞ്ഞൾപ്പൊടി. ഇനി പെരിഞ്ജീരകം ഇച്ചിരി. മല്ലിപ്പൊടി കുറച്ച് മതി. മല്ലിപ്പൊടി ചിക്കൻ അധികം മല്ലിപ്പൊടി കൊള്ളില്ല. ബീഫിനൊക്കെയാണ്, അതിനൊക്കെയാണ് മല്ലിപ്പൊടി. ചിക്കൻ കുറച്ചിട്ടാൽ മതി. ചിക്കൻ മസാല ഇത് അവർ വെച്ചത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്, ഒരു നുള്ള്, അല്ലെങ്കിൽ ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ മസാലയൊന്ന്. സോ നമ്മുടെ മസാല എല്ലാം പച്ചമണം മാറി. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ അങ്ങോട്ട് കറിവേപ്പില കൂടെ ഇട്ട് വെച്ച് ഫ്ലേവർ അത് ലാസ്റ്റ് ഇറക്കുന്നതിന് മുമ്പ് ഇട്ടാൽ പോരെ നമുക്ക്? ശരി, കുറച്ച് വെള്ളം ഒഴിക്കാം. എപ്പോഴും നമ്മൾ കുക്ക്ഡ് ഐറ്റംസിൽ തണുത്ത വെള്ളത്തിനേക്കാളും ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് നല്ലത്. മതിയോ? ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. 5 മിനിറ്റ് ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് കിട്ടിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ പറയുക, മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ദീപനും യമുന ചേച്ചിയാണ് കൊടുത്ത വിഭവം വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തതും തന്ന സാധനങ്ങൾ വെച്ചിട്ട് എഡിബിൾ ആയിട്ടുള്ള ടൊമാറ്റോ, പിന്നെ ഓണിയൻ, ലെമൺ, പിന്നെ കറി ലീവ്സ്. ആ വാഴയില എന്ന് പറയുന്നത് എഡിബിൾ അല്ല. സോ പരിസരത്തു നിന്ന് ഒരു വാഴയില കിട്ടി. അതേ ഒന്ന് ഇതിന്റെ പേരെന്നാ? ഇത് തേങ്ങാപ്പാൽ ചേർത്തൊരു ചിക്കൻ കറി.
ചിക്കൻ കറി നല്ല, പക്ഷെ ഇച്ചിരി മധുരം കൂടുതലല്ലേ? അതെ 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 yes. മധുരോ മധുരമൊന്നും ചേർത്തില്ല. അല്ലേ പറഞ്ഞ നല്ല ചിക്കൻ കറിയാണ്. ഇത് ശരിക്കും എന്തിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ്? ഏത് കോംബോ ആയിട്ട് കൊടുക്കാൻ? ഇടിയപ്പം, അപ്പം, പുട്ട്, അരിപ്പുട്ട്. അപ്പം അത് ഒരു ഇതാണ്. പക്ഷേ എനിക്കൊരു ഫീൽ ചെയ്തതാണ് ഇച്ചിരി മധുരം കൂടിയോ എന്ന്. ചെറിയ ഉള്ളിയുടെ അരി അറിയില്ല. ടേസ്റ്റ് ഉണ്ട്. തേങ്ങാപ്പാലിന്റെ തേങ്ങാപ്പാലിന് അത് ഞാൻ മധുരം നമ്മൾ മധുരത്തിനായിട്ടൊന്നും ചേർത്ത് തേങ്ങാപ്പാലിന്. അല്ല ഈ അപ്പം പുട്ട് ഇങ്ങനെയുള്ളതിന് അപ്പത്തിന്റെ കൂടെ കറക്റ്റ് കോംബോ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവര് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ഇട്ടത്. ചെറിയ ഉള്ളിയാണ്. അപ്പൊ അതിന്റെ മധുരം വരാൻ സാധ്യത. ചെറിയ ഉള്ളി പക്ഷെ ഗുഡ്.